പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മൾ ഒരു പുതിയ ടോപ്പിക്ക് മീൻസ് നമ്മളുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സനാതന സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കൂടി സമ്പത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ദൈവം സമ്പത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. സമ്പത്തിൻ്റെ ദൈവികമായ മാനദണ്ഡം അത് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കാനുള്ളതാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മളൊരു ടോപ്പിക് കൂടി എടുക്കുകയാണ്. നമ്മളെല്ലാം കാരണം എന്താണ് സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാം ഈ ലോകത്തിൽ തൽക്കാലത്തേക്ക് മാത്രം ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൽ ഒന്നാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 6-7 വചനങ്ങൾ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനമാണ്. കാരണം നമ്മളെല്ലാവരും അധികം താമസിയാതെ മരിക്കും. പിന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മരണമാണ്. നമ്മൾ നിത്യതയുമായി കണക്ട് ചെയ്ത് മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ സമ്പത്തെല്ലാം വെറുതെ ചുമ്മാ ഈ ലോകത്തിലെ മനുഷ്യർ കുറേ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തു പോകുന്നവരല്ല. നമ്മളിതെല്ലാം കൊടുക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം ഇവിടെയല്ല എന്നുള്ളതിൻ്റെ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. 90-ാം സങ്കീർത്തനം നമ്മൾ പറയുന്നുണ്ട്, 10-ാമത്തെ വചനം പറയാം, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതമാണ്. അവ പെട്ടെന്ന് തീർന്നു, ഞങ്ങൾ കടന്നു പോകും. അല്ലേ, നമ്മൾ കടന്നു പോകേണ്ടവരാണെന്ന് വചനം വളരെ കൃത്യമായി. അപ്പം നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എന്തിനാണ് നമുക്ക് വിശ്വാസം ആവശ്യം? ഈ ലോകത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഇവിടെ വിദ്യാഭ്യാസം നേടാനോ ജോലി നേടാനോ വീട് വെക്കാനോ പറമ്പ് മേടിക്കാനോ അല്ലെങ്കിൽ ലോകത്തിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടാണ് വിശ്വാസം ആവശ്യം. അപ്പം എന്ന് വെച്ച് ഇവിടെ വിശ്വാസം തീരെ വേണ്ട എന്നുള്ളതല്ല. ഈ ലോക കാര്യങ്ങൾ നടക്കാനും നമുക്ക് ദൈവത്തിൽ അത്യാവശ്യം വിശ്വസിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിശ്വാസം വഴി പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കും. പക്ഷേ ദൈവത്തിൽ നമ്മൾ എന്ത് സ്വീകരിക്കും? നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഈ ലോകത്തിലെ രോഗസൗഖ്യങ്ങളായാലും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നമ്മൾ നേടിയെടുക്കാൻ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ നമുക്ക് വിശ്വാസം ആവശ്യമുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് വിശ്വാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. ആത്യന്തികമായ വിശ്വാസം മറ്റൊരു ലോകത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80 വർഷം. എന്നിട്ട് ആ കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്, അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. അപ്പം ഈ സങ്കീർത്തകനൊക്കെ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. എന്താണ് പ്രത്യേകിച്ച് ഇത് ഈ 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു സങ്കീർത്തനമൊക്കെ ആയിട്ടാണ് പറയുന്നത്. മോശ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരൊക്കെ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നവരാണ്. അപ്പോൾ അവർ ഈ കൂടാരങ്ങളിൽ താമസിക്കാനുള്ള കാരണം അവർക്ക് ഈ ലോകത്തല്ല അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം എന്നവർക്കറിയാമായിരുന്നു. ഞങ്ങൾ ദേശാന്തരവാസക്കാലം എന്നൊക്കെയാണ് അബ്രാഹാം ഈ കാലഘട്ടത്തെക്കുറിച്ച്. ദേശാന്തരവാസക്കാലം തൽക്കാലത്തേക്ക് ഇവിടെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലൊക്കെ മോശ തന്നെ പറയുന്നത് 70 വർഷം അല്ലെങ്കിൽ 80 വർഷം നമുക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സുനിശ്ചിതമായി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ് മരണം. പക്ഷേ ഈ മരണത്തിന് നമ്മൾ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? മരണത്തിന് വേണ്ടി ഒരുങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സങ്കീർത്തനം വേണ്ടി നമ്മൾ പറയുകയാണ്, 12-ാമത്തെ വചനം, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. എപ്പോഴും ഇന്ന് ലോകത്തിലൊരു പ്രിൻസിപ്പിൾ പറയാറുണ്ട്, ബിഗിൻ വിത്ത് സീയിങ് ദി എൻഡ്. അന്ത്യം കണ്ടുകൊണ്ട് വേണം നമ്മൾ ആരംഭിക്കാനായിട്ട്. അവിടെയാണ് ജീവിതം വിജയിക്കുന്നത്.
ഇന്ന് പലപ്പോഴും ലോകത്തിലെ മനുഷ്യരിങ്ങനെ മണ്ടന്മാരും പൊട്ടന്മാരും അല്ലെങ്കിൽ ജീവിതം നശിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് കാണാനുള്ളൊരു കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ എവിടെ എത്തിച്ചേരണം, എന്തായി തീരണം എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ടെർമിനോളജിയിൽ പറയുന്നൊരു വാക്കാണ് ഗോൾ ഉണ്ടാവണം ലൈഫ്, അല്ലേ? അപ്പം നമ്മളൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മുടെ ഗോൾ എന്താണ്? നമ്മുടെ ഗോൾ വളരെ വ്യക്തമാണ്, ദൈവത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ഈ ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ള യാഥാർത്ഥ്യം വെച്ച് നീങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുനിശ്ചിതമായി ഉണ്ടാകേണ്ട ഒരു സത്യമാണ് മരണം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ചോദ്യമുണ്ട്, എപ്പോൾ സംഭവിക്കും? ലോകത്തിലെ ഏറ്റവും അനിശ്ചിതത്വമുള്ള ഒരു ഘടകം കൂടിയാണ് മരണം. എപ്പോൾ സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതെല്ലാവരും ജീവിതത്തിൽ സുനിശ്ചിതമായിട്ട് ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ഈശോ നമുക്ക് വളരെ വ്യക്തവും കൃത്യമായിട്ട് കാണിച്ചു തരുന്നൊരു കാര്യമാണ് ഈ ലോക ജീവിതം നശ്വരമാണ്. ഓക്കെ, അപ്പം വെറും 33 വർഷം മാത്രം ജീവിച്ചവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ്. വെറും 33 വർഷം അവൻ ജീവിച്ചിരുന്നു. അതിൽ 30 വർഷം അവൻ്റെ അപ്പനെയും അമ്മേനെയും ശുശ്രൂഷിച്ച് സേവിച്ച് ജീവിച്ചു. 3 വർഷം പരസ്യ ജീവിതം നയിച്ചു. അതിനുശേഷം മരിച്ചു ഉത്ഥാനം ചെയ്ത് ഇന്ന് പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്നു. 10,000 വർഷമായി അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അവൻ വീണ്ടും വരും. അവൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വരവിന് വരുമ്പോൾ നമ്മൾ അവനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. അപ്പോൾ അത് നമ്മൾ അവൻ്റെ വരവിൻ്റെ സമയമുണ്ട്. പക്ഷെ അതിന് മുൻപ് നമ്മളിൽ ചിലരൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ വിശ്വാസത്തിൽ സ്വർഗമുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴും നമ്മൾക്കൊരു വൈരുദ്ധ്യമുണ്ട്. എന്താണ്? എല്ലാ മനുഷ്യരും നമ്മളൊക്കെ നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ ഇവിടെ നിത്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൊറോണ വൈറസ് വന്നപ്പം അല്ലേ എല്ലാ 67 ലക്ഷത്തോളം പേര് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഈ 70 ലക്ഷം പേരും മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് എൻ്റെ ഒരു സത്യം. അവർക്കൊക്കെ ഇവിടെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ അകത്ത് മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ദരിദ്രരുണ്ട്. പക്ഷേ മരണം നമ്മളെ വന്ന് പിടിക്കുകയാണ്. അത് നാളെ നമ്മളെല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ഈ മരണത്തിന് വേണ്ടി എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്ന അവനാണ് ജ്ഞാനി, അവനാണ് ബുദ്ധിമാൻ. ഈ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെന്നാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ ലോക ജീവിതത്തിലും ജീവിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ജ്ഞാനമാണ്. ഈ ജ്ഞാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുക്കമില്ലാത്തത് കൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ച് ഒരുങ്ങി ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. കാരണം അവർക്ക് വളരെ കൃത്യതയുണ്ട്, അവർക്ക് സമയത്തിൻ്റെ വാല്യൂ ഉണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട്. അതുകൊണ്ട് മണ്ടത്തരങ്ങൾ, ഭോഷത്തരങ്ങൾ അവർ ചെയ്യാറില്ല. ഈ മരണമില്ലാന്ന് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുകയാണ്. നമ്മൾ അവസാനം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണമെന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ ആഗ്രഹം. എന്നാൽ നമ്മളെല്ലാവരും നിത്യത വേണമെന്ന് പറയുന്നുണ്ട്. ഈ നിത്യത വേണമെന്ന് പറയുന്നത് നമ്മളാരും മരിക്കാൻ റെഡിയാണോ? ഇല്ല. നമുക്ക് മരിക്കാനും പാടില്ല, എന്നാൽ നിത്യജീവിതം വേണമെന്നാലും അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷനാണ്, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു പാപ അവസ്ഥയാണ്, ഇല്ലയോ ക്രിസ്ത്യാനി? നീ ദിവസവും കുർബാനയും പ്രാർത്ഥനയും ധ്യാനമായിട്ട് നടക്കുന്ന നിന്റെ ജീവിതത്തിൽ ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നീ തയ്യാറുണ്ടോ? നമുക്കെല്ലാം നിത്യജീവിതം വേണം, എന്നാൽ മരിക്കാൻ പാടില്ല. ഇനി നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, അല്ലേ? എല്ലാവരും സ്വർഗത്തിൽ പോകും. എന്നാൽ ഭൂമിയെ ഉപേക്ഷിക്കാൻ ആരും തയ്യാറുണ്ടോ? നോബഡി. ആരും തയ്യാറില്ല. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണങ്ങൾ ഇത്ര പ്രഘോഷിച്ചിട്ടും ആൾക്കാരൊന്നും ഇതിലേക്ക് വരാത്തതിന് കാരണം വെച്ചാൽ നമ്മളാരും ഈ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതം കണ്ടു കഴിക്കുമ്പോഴത്തെ ആൾക്കാർ മനസ്സിലാക്കുക, ഇതെല്ലാവരും ഈ പറയുന്ന എല്ലാവരും വേണ്ടി അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മളൊക്കെ ഇനിയും നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ ഒത്തിരി അവസരം തമ്പരാൻ തന്നിട്ടുണ്ട്. ഈ കൊറോണയും ഈ ലോകത്ത് ഇത്രമാത്രം ദുരിതങ്ങളും യുദ്ധങ്ങളും നമ്മളൊക്കെ പലപ്പോഴും 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ വാതിക്കൽ പലപ്പോഴും പറഞ്ഞ് ഇപ്പോൾ ട്രംപ് വന്നിങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട്. എന്നാലും പറയാൻ പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പുറപ്പെടാം.
അത്രയും വലിയ ഭയാനകമായ ഒരു സംഭവത്തിന് മുമ്പിൽ നമ്മൾ ട്രംപ് പോലും പറയുന്നൊരു കാര്യമാണല്ലേ, ന്യൂക്ലിയർ വാറിനെ കുറിച്ച് അവൻ പറയുന്നുണ്ട്. ലോകം മുഴുവൻ നശിച്ചു പോകാൻ കപ്പാസിറ്റി ഉള്ള സാധനം ഇവിടെയുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു 4-5 വർഷം കൂടി നമുക്ക് കിട്ടുമായിരിക്കും. എന്തിനാണ്? ഈ സുവിശേഷം ലോകത്തിലെത്തിക്കണം. സുവിശേഷം ലോകത്തിലെത്തിക്കണം. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പം ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഇനിയൊന്ന് മനസ്സിലാക്കണം. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് 1-2 ടോപ്പിക്കിലൂടെ നമ്മൾ മരണത്തെ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾ 70 വർഷം 80 വർഷം അല്ലെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. 80 വർഷം എന്ന് പറഞ്ഞാൽ 365 × 80, ഏകദേശം 27,000 ദിവസങ്ങളെ നമുക്കുള്ളൂ. എന്നെ ശ്രവിക്കുന്ന ഒരു വലിയ ശതമാനം ആൾക്കാർ ഈ 27,000 ദിവസത്തിൽ നിങ്ങൾ ഏകദേശം 20,000 ദിവസം കഴിഞ്ഞു പോയവരാ, അല്ലെങ്കിൽ ഒരു 50% കഴിഞ്ഞവരാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് അല്ലേ. നമുക്കിനി 10, 15, 15,000 ദിവസങ്ങളേ ഉള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഭയത്തോടെ, ആകുലത, ഉത്കണ്ഠയോടെ അല്ല നേരിടുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു സുവിശേഷത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. മരണത്തെ വിശുദ്ധാത്മാക്കളെ കണ്ടിരുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കണം. വിശുദ്ധ സെലിഗുറിൻ അവരുടെ വീട്ടിൽ, സെലിഗുറിന് 4 മക്കൾ മരിച്ചുപോയി. ബാക്കിയുള്ള മക്കളെല്ലാം മഠത്തിൽ ചേർന്ന മക്കളാണ്. അപ്പോൾ വിശുദ്ധ ലൂയി മാർട്ടിനും സെലിഗുറിൻ. അപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ത്രേസ്യയുടെ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ഇങ്ങനെ എഴുതി വെക്കായിരുന്നല്ല, ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. എന്താ പറയുക, ഉടൻ തന്നെ നമ്മൾ നിത്യതയെ അഭിമുഖീകരിക്കേണ്ടി വരും, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അധികം താമസിയാതെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? 1 തിമോത്തി 6:7 നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഒരു വലിയ സത്യമാണ്. അപ്പോൾ ഈ സമ്പത്തിനോടുള്ള നമ്മളുടെ അടുപ്പം നമ്മുടെ മരണത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ മഹാന്മാരായ മനുഷ്യർ ഇല്ലേ. അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കൈകൾ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പോയവനാണ്. പോകാൻ നേരത്ത് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ലോകം അറിയണം അല്ലേ. മരണമെന്ന യാഥാർത്ഥ്യത്തെ മുൻപിൽ കാണാതെ ഓടിയ മനുഷ്യൻ ഈ യാത്രയുടെ ഇടയിൽ എവിടെയോ വെച്ച് രോഗിയായി സ്വന്തം അമ്മേനെ കാണാനുള്ള വലിയ ആഗ്രഹത്തിൽ അതിനുവേണ്ടി പരിശ്രമിച്ച് കാണാൻ പറ്റാതെ മരിച്ചു പോയവൻ. അതേപോലെ തന്നെയാണ് നെപ്പോളിയൻ അല്ലേ. അതുപോലെ വലിയ വലിയ അക്ബർ ചക്രവർത്തിമാർ, വലിയ രാജാക്കന്മാർ, എല്ലാവരും നമ്മൾ കാണുന്നുണ്ട്. ഓൾ ഗോൺ. നമ്മുടെ ഗാന്ധി, അതുപോലെ വലിയ വലിയ എംപറർമാർ, ചക്രവർത്തിമാർ, സാമ്രാജ്യങ്ങൾ, ബാബിലോണിയൻ എംപയർ, പിന്നെന്താണ് നമ്മൾ കാണുന്ന ഈജിപ്ഷ്യൻ എംപയർ, അതുപോലെ റോമൻ എംപയർ, അലക്സാൻഡ്രിയൻ, അപ്പോൾ ഇങ്ങനെ മെസപ്പൊട്ടോമിയൻ, ഇങ്ങനെ വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ നമ്മുടെ ലോകത്തിലുണ്ട്. ഇതെല്ലാം പോയി, എല്ലാം കടന്നു പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്നും ശാശ്വതമായി ഈ ഭൂമിയിലില്ല. വലിയ വലിയ പ്രഭുക്കന്മാർ, വലിയ വലിയ മഹാന്മാർ എല്ലാവരും മരിച്ചു പോവുകയാണ്. ഈ മരിച്ചു പോകുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ കാണുന്നത് നല്ലതാണ് അല്ലേ. ഈ 6 അടി നീട്ടമുള്ള ഒരു പെട്ടിക്കകത്ത് നമ്മളെ കുത്തി നിറയ്ക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ളൊരു പേന പോലും വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും ഫിറ്റായിരിക്കും, ടൈറ്റായിരിക്കും. ഇത്ര വണ്ണം കൂടി ഉണ്ടാ നമ്മളെ ഫിറ്റാക്കിയിരിക്കും അതിൻ്റെ അകത്ത് കയറ്റി. അതിൻ്റെ അകത്ത് ഇത്തിരി വായുവിനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടാകത്തില്ല. എന്നാൽ എനിക്ക് മരിക്കുമ്പോൾ ഒരു ഏക്കർ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും സമ്മതിക്കും ഇല്ല. അവിടെ നിനക്ക് 6 അടി മണ്ണേ സ്ഥലമുള്ളൂ. അതിൻ്റെ അകത്ത് നീ കിടക്കും. ആ പെട്ടിക്കകത്ത് നിൻ്റെ കയ്യിലോ നിൻ്റെ നെഞ്ചത്തോ ദേശത്തോ ഒരു സാധനം പോലും ഉണ്ടാവത്തില്ല. അങ്ങനെ വചനം പറയുന്നത് പോലെ ഒന്നുമില്ലാത്തവരായി നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധ്യമല്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ്? പക്ഷെ നമുക്ക് ചില സംഗതികൾ കൊണ്ടുപോകാൻ പറ്റും. എന്താണ്? നമ്മുടെ സൽപ്രവർത്തികൾ.
സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. അല്ലേ? ഗലാത്യരുടെ ലേഖനം 6-ാമത്തെ അധ്യായം പൗലോസ് ശ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ഗലാത്യർ 6:7 പറയാം, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. അപ്പം നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമ്മളിപ്പോഴും ഈ ജഡത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? ജഡികരാണോ? ജഡികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പാപത്തിൻ്റെ ഫലമായി മനുഷ്യനിൽ വന്നൊരവസ്ഥയാണ് ജഡിക അവസ്ഥ. അതായത് അവന് സ്വർഗത്തെ അവൻ നിഷേധിക്കുകയാണ്, സ്വർഗത്തെ അവൻ നഷ്ടപ്പെട്ടു പോയ, സ്വർഗം ഇച്ഛിക്കാൻ ആഗ്രഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ ലോകവും ലോകവസ്തുക്കളെ മോഹിച്ചു കിടക്കുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്നതാണ് ജഡികത. അല്ല, ജഡം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല കേട്ടോ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ആണ്, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിനും കൂടി ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ദാതാവിനേക്കാൾ ദാനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, സ്വർഗത്തേക്കാൾ നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നൊരവസ്ഥ, ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജഡികമായ അവസ്ഥ. അപ്പം ഈ ജഡത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ, ചിന്തകൾ, വിചാരങ്ങൾ നമ്മൾ മാറ്റണം. എന്നിട്ട് ആത്മാവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണ്. പൗലോസ് ശ്ലീഹ പറയാണ്, എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. 9-ാമത്തെ വചനം പറയാം, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കണം. എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. അപ്പം ഈ നന്മ, സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ വിളിക്കുക. ഈ പ്രവർത്തികൾ നമ്മളുടെ മരണശേഷം നമ്മൾക്കിവിടെ കൂടെ പോരും. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തെയൊക്കെ കണ്ട് ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥം അതാണ്. ഇപ്പോഴും എന്തെങ്കിലും ഒരു ദിവസം മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ഉള്ള കാലം സൂചിച്ച് സന്തോഷം ജീവിക്കാന്ന് പറഞ്ഞ് നടക്കുന്നതാണ് വിഡ്ഢികളെന്ന് പറയണം. അവനാണ് കർത്താവ് ഭോഷ എന്ന് വിളിക്കണം. അല്ലേ? ധനികനായ പറയും, ഞാനിങ്ങനെ തിന്നു കുടിച്ച് എനിക്ക് അടുത്ത വർഷത്തെ ധാന്യം കൂടി ഞാൻ ശേഖരിച്ച് അടുത്ത ധാന്യപ്പുര വലുതാക്കിയിരിക്കും. അപ്പോൾ പറയാൻ കർത്താവ് പറയാണ്, നിന്റെ ആത്മാവിന് നഷ്ടപ്പെട്ടു പോയാലേ, ഭോഷ നഷ്ടപ്പെട്ടു പോയാൽ നീ എവിടെ എത്തും? എല്ലാം ആരുടേതായി തീരില്ലേ? നമ്മൾ ചവപ്പെട്ടി കയറുമ്പോൾ പൊന്നു സഹോദരങ്ങൾ ഒരു സാധനം ഉണ്ടാവത്തില്ല. നീ എഴുതി വെക്കുകയാണ്, എനിക്കൊരു ഒരു നല്ലൊരു സ്വർണത്തിൻ്റെ ചവപ്പെട്ടി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് ആരെങ്കിലും ഉണ്ടാക്കി തരുമോ? ആരും ഉണ്ടാക്കി തരത്തില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും തരത്തില്ല. നമുക്ക് കൃത്യം 6 അടി, ഓക്കെ, പിന്നെ 2 അടി കിട്ടിയ ബാക്കി കിട്ടിയ വീതി. ഇതാണ് നമ്മൾക്ക് ശവപ്പെട്ടിക്കകത്തുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ മരണത്തെ മുൻപിൽ കാണുന്നവൻ, ബുദ്ധിയുള്ളവൻ, ജ്ഞാനമുള്ളവൻ, ഈ സ്ഥാനത്തെ മുന്നിൽ കാണുന്നവൻ മുൻപിൽ നിന്റെ സൽപ്രവർത്തികൾ വഴി നിനക്ക് സ്വർഗത്തിൽ നീ നിക്ഷേപം കൂട്ടി വെക്കണം. ഓക്കെ, ഇതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അങ്ങനെ നമ്മൾ മരണത്തിൽ കാണുക. അപ്പം ഈ വിശുദ്ധ ആത്മാക്കളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തതയുള്ളവരാണ്. രണ്ടാമത്, നമ്മുടെ വിശ്വാസം എന്താ? നമ്മൾ കത്തോലിക്ക സഭയുടെ വിശ്വാസം, അല്ലേ? പെന്തക്കോസ്ത സഹോദരന്മാർക്ക് കിട്ടുന്നൊരു അബദ്ധമുണ്ട്. അവരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തീർന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലറയുടെ കിടക്കുകയാണ്, പിന്നെ അവർക്കൊന്നുമില്ല. എന്നാൽ നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും വിശുദ്ധിയുള്ളവർ സ്വർഗത്തിലേക്ക് നീക്കപ്പെടും, ആത്മാവ് സ്വർഗത്തിലെത്തുന്നുള്ളതാണ്. അല്ലേ? യേശു ക്രിസ്തു 33 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. യേശു മരിച്ചതിന് ശേഷം ഇപ്പോൾ 2000-ഓളം വർഷങ്ങൾ കഴിയുകയാണ്. അല്ലേ? യേശുവിൻ്റെ 2033-ാമത്തെ ജൂബിലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ 2000 വർഷം യേശു ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ യേശു മരിച്ചതിന് ശേഷം സംഭവിക്കുക. ഇതാണ് ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് കാണിച്ചിരുന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ 24 വയസ്സ് വരെ ജീവിച്ചൊരു കുട്ടിയാണ്, ഒരു വിശുദ്ധയാണ്. അല്ലേ? 24-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ മരണ നേരത്ത് പറയണം, എൻ്റെ മരണത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്തൊരു ബ്യൂട്ടിഫുൾ അപ്രോച്ചാണ് മരണത്തെക്കുറിച്ച്. നമുക്ക് മരിച്ച് കഴിയുമ്പോഴാണ്, ഒരു ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് ഒരു കത്തോലിക്കൻ, നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ നന്മ ചെയ്യാൻ സാധിക്കും, കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് വി ആർ യുണൈറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ്. നമ്മളാരും മരിച്ച് മണ്ണിലടി പോകുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവരല്ല. മറ്റ് മതത്തിലുള്ള വിശ്വാസം, മറ്റ് സഭയിലുള്ള വിശ്വാസം പോലെ യേശുവിൻ്റെ 2ാമത്തെ വരവ് വരെ ഇങ്ങനെ കല്ലറയിൽ കിടക്കുന്നവരല്ല നമ്മൾ അതിനു മുമ്പേ യേശുവിനോട് ചേർന്നിരിക്കുന്നവരാണ്. അതാണ് വിശുദ്ധ ആത്മാക്കളുടെ പ്രത്യേകത. അപ്പോൾ ഈ വിശുദ്ധ ആത്മാക്കൾ, വിശുദ്ധ മരിയ ഗൊറേത്തി എന്നാണ്, 10-15 വയസ്സുള്ളപ്പോൾ മരിച്ചോ കൊച്ചാണ്. അവൾ മരിച്ചതിന് ശേഷം ഇന്ന് എന്തോരം കിടക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന, അല്ലേ? വിശുദ്ധ ഉപ്രാസ്യമ്മ, അവരുടെ പിതാവ്,
ഇവരെല്ലാം മരിച്ചതിന് ശേഷമാണ് ഇവരെ മാധ്യസ്ഥം വഴി അവരുടെ സഭകൾ, അവരുടെ സംവിധാനങ്ങൾ എന്തോരം വളരുന്നു അല്ലേ. ഇവരൊക്കെ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, സേവിയർ, ഇഗ്നേഷ്യസ് ലോയോള, ഇവരൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇവർ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ, പ്രവൃത്തികൾ ഫലം ചൂടി വരികയാണ്. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ബീയിങ് ഇൻ ക്രൈസ്റ്റ്. അപ്പം അതുകൊണ്ട് ഈ ലക്ഷ്യം നമുക്ക് വേണം. അപ്പം അങ്ങനെ വരുമ്പം മരണം എന്ന് പറയുന്നത് എന്താണ്? മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാതിലാണ്. എന്തിനുള്ള വാതില്? മരണത്തോടുകൂടി ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുകയാണ്. നമ്മൾ ഈ മരണത്തെ കണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൂടി വന്നാൽ 27,000 ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മരണത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മരണം ഒരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യത മാത്രമാണ്. മരണം സുനിശ്ചിതമായൊരു കാര്യമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അപ്പം മരണം ഇല്ലാതെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെയൊക്കെ അല്ലെങ്കിൽ ബൈബിളിൽ ഏലിയ പ്രവാചകൻ, ഹാനോക്ക്, ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ ഇവരൊന്നും മരിക്കാതെ പോയിട്ടുള്ള കാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം മരണം ഒരു പോസിബിലിറ്റി മാത്രമായിരുന്നു, മരണം സുനിശ്ചിതമായിരുന്നില്ല. പക്ഷെ പാപം മൂലം മരണം യാഥാർത്ഥ്യമായി. പാപമാണ് മരണത്തെ കൊണ്ടുവന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മരണം ഒരു ദുഃഖ കാരണമാണ്. കാരണം എന്താ? നമുക്ക് പ്രിയപ്പെട്ടവരും നമ്മളായിട്ട് ബന്ധപ്പെട്ടിരുന്നവരൊക്കെ നമ്മൾ വേർപാടിൻ്റെ ഒരു വേദന അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ വേദനയെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ വിട്ടുപോകുന്ന ആൾക്കാർക്ക് നമ്മളെ നഷ്ടം ഒരു വേദനയായിട്ടുണ്ടായിരിക്കണം, അല്ല നമ്മളിതിനെക്കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മളുടെ മരണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലൊക്കെ ഒന്ന് കരയാനുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ വളരെ പാത്തറ്റിക്കാണ്. നീ മരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കരയുമോ? ഇന്നത്തെ കാലത്തൊന്നും ആരും കരയാനില്ല അല്ലേ. പോയത് വലിയ സന്തോഷം, സമാധാനം, ഒരു സമാരണം പോയല്ലോ എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ ഇടയാക്കത്തക്ക രീതിയിൽ ഇനിയുള്ള നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതം കുറെ കൂടി കൃപയുള്ളതായി നമ്മൾ മാറും, കൃപയുള്ളവരായി നമ്മൾ മാറണം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ മരണം ഇങ്ങനെ ശൂന്യതയിലേക്ക് എവിടെയോ എത്തിച്ചേരുന്നൊരു സാധനമല്ല. മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രപഞ്ചത്തിലായിത്തീരുന്നൊരു അവസ്ഥയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് വളരെ കൃത്യതയും വ്യക്തതയുള്ളവരാണ്. We are entering into a marvelous, glorious, beautiful life with Christ. യേശുവിനോട് കൂടെ അതിസ്വാഭാവികമായ, കണ്ണ് കണ്ടിട്ടില്ലാത്തത്, അത് കേട്ടിട്ടില്ലാത്തത്, നിന്റെ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം. ഓക്കെ, അല്ലാതെ നമ്മൾ ദുഃഖത്തോടെയും ഭയത്തോടെ അയ്യോ ഇനി അങ്ങോട്ട് പോകും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടു പോകുന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ അല്ലേ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഓസ്കർ, കഴിഞ്ഞ മാസം ഓസ്കർ അവാർഡ് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഓസ്കറൊക്കെ കിട്ടാൻ വേണ്ടി ജീവിക്കുന്ന കലാകാരന്മാരുണ്ട്, സിനിമാ നടന്മാർക്ക്, സംവിധായകർക്ക് ഓസ്കറിന് വേണ്ടി ജീവിതം വലിയ അധ്വാനിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ക്രൈസ്തവനെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് നമുക്ക് ഈ ഓസ്കറിനേക്കാൾ മഹത്വമേറിയ ഒരു കിരീടം, ഒരു അവാർഡ് യേശുവിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നതാണ് പ്രിയമുള്ളവരെ മരണം എന്ന് പറയുന്നത് അല്ലേ. എത്ര സന്തോഷത്തോടെ, എത്ര പ്രത്യാശയോടെ, എത്ര ഉണർവോടെ, എത്ര എന്തൂസിയാസം ഇല്ലേ. നിങ്ങൾക്കൊരു ഓസ്കർ അവാർഡ് അടിച്ചെന്ന് കഴിഞ്ഞാൽ ആ അവാർഡ് കിട്ടിയിരിക്കുന്ന നിങ്ങൾ അത് മേടിക്കാനായിട്ട് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്ന യാത്രയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരു സിനിമ, അവർക്ക് നമ്മുടെ RRR അല്ലേ, അതിനകത്ത് തോന്നുന്നു ഓസ്കർ അവാർഡ് കിട്ടിയില്ല എൻ്റെ പാട്ടിന്. അപ്പോൾ അത് മേടിക്കാനൊക്കെ ഇവിടുന്ന് ഒരു സംഘം അങ്ങ് പോവുകയാണ്. അവിടെ ചെന്ന് ആദ്യമായിട്ട് ലോസ് ഏഞ്ചൽസിൽ ചെന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കുന്ന എന്തൊരു ഒരുക്കമായിരിക്കില്ലേ. നമ്മളെ സംബന്ധിച്ച് ഇതിനേക്കാളൊക്കെ 1000 മടങ്ങ് മൂല്യമുള്ള, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യ കിരീടം അല്ലേ. ആ കിരീടം സ്വന്തമാക്കാനൊക്കെ ഉള്ളൊരു യാത്രയാണ്. അത് വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ നമ്മൾ ഒരുങ്ങേണ്ടവരും. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ആൻ എൻട്രി പോയിന്റ്, ഇറ്റ് ഈസ് ഒരു ഡോർ വേ ടു റിസീവ് ദ ഗ്ലോറിയസ് അവാർഡ്.
നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിച്ചതിന് നമുക്ക് അതിനെക്കുറിച്ച് വളരെ കൃത്യതയുണ്ട് അല്ലേ? യേശു ക്രിസ്തു നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ അവാർഡ് നമുക്ക് ഉറപ്പാണ്, ഗ്യാരണ്ടീഡ്. പിന്നെ എപ്പോൾ എന്ന് മാത്രമേ അനൗൺസ്മെൻ്റ് ഉള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രത്യാശയോടെ ഒരുങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോഴീ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടോ, ഭയമുണ്ടോ, ദുഃഖമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഓക്കെ, അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ വസ്തുവകളെയും പ്രിയപ്പെട്ടവരെയും ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹിച്ചതുകൊണ്ട് അവരെ വിട്ടുപിരിയാനുള്ള വിഷമം മൂലം ഉണ്ടാകുന്ന ദുഃഖവും വ്യഗ്രതയാണ് അല്ലേ? ഇപ്പോഴും നമ്മൾ ഈ സമ്പത്ത്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയും സമ്പത്തൊക്കെ വിട്ടുപോകണം, സമ്പത്തിനുള്ള താല്പര്യമൊക്കെ വിട്ടുകളയത്തക്ക രീതിയിൽ അതിനെ വലിച്ചെറിയണം. ഓക്കെ, അതാണ് അതിൻ്റെ ആവശ്യം. അല്ലാണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് 100 കിട്ടും, 2 കൊടുത്താൽ 4 കിട്ടും എന്ന പരിപാടി വെക്കേണ്ടിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു പാപ അവസ്ഥയാണെന്നും ഈ അവസ്ഥയിൽ നിന്ന് ആത്മാവ് മോചിതമാകണമെന്ന് ആഗ്രഹത്താൽ നമ്മുടെ സക്കയൂസൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. മോഷ്ടിച്ചെടുത്ത അന്യായമാണെന്നുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു, വലിച്ചെറിയണം, അത് വേർപെട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ ഇതൊരു ഭയമാണ്. നമുക്ക് മരണം എന്ന് പറയുന്നത് വലിയ ഭീകരമായ ഒരു ദിവസമായിട്ട് നമുക്ക് കാണാം. അതിനോട് അടുക്കുന്തോറും ഒരു രോഗം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകുന്നു, അസമാധാന അസംതൃപ്തി വരികയാണ്, ആകെ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് അതിൻ്റെ ഒരു കാരണം നമ്മൾ ദൈവത്തെക്കാൾ അധികമായി ഇപ്പോഴും നമ്മൾ ഈ ലോകവസ്തുക്കളെ, ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനൊരു അങ്കലാപ്പ്, ഒരു അവസാനം, അയ്യോ ഞാൻ സ്വർഗത്തിനായിട്ടൊന്നും നേടിയിട്ടില്ലല്ലോ, ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ അല്ലേ? ആത്മാവ് സ്വർഗത്തിനുള്ള പുണ്യം സമ്പാദിച്ചില്ല, സ്വർഗത്തിനൊന്നും നേടിയില്ല എന്ന ചിന്തയിൽ നിറവാകുന്ന ഒരു ഭയം. അതുകൊണ്ട് നമ്മളിതിനു വേണ്ടി ഒരുങ്ങണം. ഓക്കെ, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണം, സ്വർഗത്തിൽ ആ കിരീടം സ്വന്തമാക്കാൻ നമ്മൾ പ്രയത്നിക്കണം. അവസാന നിമിഷം പ്രതിഞ്ഞാലും മതി. നമുക്കൊരു നല്ല പ്രത്യാശയുള്ളൊരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ട്. ആരാണ്? ആ നല്ല കള്ളൻ. ജീവിതകാലം മുഴുവനും അവൻ തോന്നിവാസം കളിച്ചേർന്ന് അവസാന നിമിഷം അവൻ സ്വർഗം അടിച്ച് മാറ്റിയവനാണ് അല്ലേ? പക്ഷേ നമുക്കിനി സമയമുണ്ട്, കാരണം നമ്മൾ അതിന് ലക്ഷ്യം വെച്ച് നീങ്ങണം. എന്തിനാണ് മക്കളെ യേശുവിൽ വിശ്വസിക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുന്ന ഈ ലോകത്തിൽ ഒരു സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടല്ല. ക്ലിയറായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ലോകത്തിൽ സൗഭാഗ്യം വേണ്ടെന്നാണോ? അല്ല, അതിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ മുടിയുണ്ട്. എൻ്റെ മുടിയൊക്കെ പണ്ട് കൊഴിഞ്ഞു പോയിരുന്ന സാധനം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം. മുടിയൊക്കെ ഉള്ളൊരു ഒരു ഭംഗിയുണ്ട് അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, അതുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനൊന്നും വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിലെ സുഖസന്തോഷങ്ങളൊന്നും വേണ്ടാന്ന് കർത്താവ് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടിയിട്ടായി. അതുകൊണ്ട് യേശുവിനോട് വരുന്ന കാലഘട്ട ദിവസങ്ങളിലൊക്കെ ആ നല്ല കള്ളൻ ചോദിച്ച പോലെ, എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണം, എന്നോട് കരുണയുണ്ടാകണം. 2, നിത്യതയിൽ നീ നിത്യയുടെ രാജാവാണ്. നീ നിത്യയുടെ രാജ്യത്തിൽ, നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി നീ സ്വീകരിക്കണം, എന്നെ നിന്നോട് കൂടെ ആയിരിക്കാൻ എന്നെ അനുവദിക്കണം അല്ലേ? ഈ കാലഘട്ടത്തിലുണ്ടായ അവൻ്റെ പാപത്തെ ഓർത്തെല്ലാം അനുതപിച്ച് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹം അനുസരിച്ചാൽ നമുക്കിതൊക്കെ ലഭിക്കും. അതുകൊണ്ട് സമയമൊട്ടും പോയിട്ടൊന്നുമില്ല. എന്നെ ശ്രമിക്കുന്ന പ്രായമായവരും ചെറുപ്പക്കാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ നല്ല കള്ളനെ പോലെ നിത്യത സ്വന്തമാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഓക്കെ, ഇപ്പം മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ അവസ്ഥയല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ കുറെ കൂടി മനസ്സിലാക്കുകയാണ്. അത് നമുക്ക് ഒരു കവാടമാണ്, ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴിയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യാശയുടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ നേരിടാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.